ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ ഗൈസ്, ഞാൻ ഇപ്പോൾ പോകുന്നത് ഒരു റിസോർട്ടിലേക്കാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് അമ്മച്ചിയുടെ 60ാമത് ബർത്ത്ഡേ ആണ്. നമ്മൾ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുകയാണെന്ന്. അപ്പം നമ്മൾ ഇന്നൊരു ഡെസ്റ്റിനേഷൻ പരിപാടിയായിട്ടാണ് കംപ്ലീറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തെ പ്ലാനിങ്ങിനൊടുവിലാണ് ഇന്ന് നമ്മൾ ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സും വളരെ ക്ലോസ് ഫ്രണ്ട്സും മാത്രം അടങ്ങുന്ന ഒരു 50 പേരുടെ പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഫുഡ്, പ്രോപ്പർട്ടി, അങ്ങനെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തതും ഇന്ന് ഇതുപോലത്തെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളതും അമ്മച്ചിക്ക് യാതൊരുവിധ ഐഡിയയും നമ്മൾ കൊടുത്തിട്ടില്ല. ഞാനും ആദ്യമായിട്ടാണ് ഈ റിസോർട്ടിലേക്ക് വരുന്നത്. ഇവിടെ ഹോം സ്റ്റേ ഉണ്ടോ? ഓൾറെഡി ഫ്ലെക്സ് അടിച്ച് വെച്ചിരിക്കുന്നതല്ലേ? ഇവിടെയാണ് നമ്മുടെ ബാക്ക് ഡ്രോപ്പ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ടിഫാനി പ്ലാൻ ചെയ്തേക്കുന്നത്. അവരെ പ്ലാറ്റ്ഫോം ഇറക്കുവാണ് അവരെല്ലാവരും. പിന്നെ കുറച്ചധികം പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട് നമുക്ക്. ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗൈസ്. ഇത് നമ്മുടെ കായലാണ്. ഇതിൻ്റെ അക്കരയാണ് കേട്ടോ നമ്മുടെ വീട്. നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ വീട്. കടത്തിൽ നല്ല പായൽ കയറി കിടക്കുന്നു. അങ്ങനെ നമ്മുടെ സ്റ്റേജിന് വേണ്ടിയിട്ടുള്ള ഫ്ലെക്സും നമ്മുടെ വെൽക്കം ബോർഡൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേക്കും നമ്മൾ അതെടുക്കാൻ വേണ്ടിയിട്ട് തുറവൂർ വരെ പോയി. അങ്ങനെ നമ്മൾ ഫ്ലെക്സൊക്കെ എടുത്ത് തിരിച്ച് പ്രോപ്പർട്ടിയിലേക്ക് പോയി നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വൈകുന്നേരം 4 മണിക്ക് മുൻപ് ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങാനായിരുന്നു നമ്മുടെ പ്ലാൻ. ഇതാണ് ഗൈസ് നമ്മുടെ ഫ്ലെക്സ് ബാക്ക് ഡ്രോപ്പിൽ വന്നത്. സെലിബ്രേറ്റിംഗ് 60 glorious years. And this is the welcome board. And this is the international florist. ഇന്ന് എൻ്റെ അമ്മച്ചിയുടെ വർക്ക് ചെയ്യണത് ഇൻ്റർനാഷണൽ ഫ്ലോറിസ്റ്റ് ആണ്. ഹായ്, ഒരു ഹായ് പറയുവാ, ഒരു ഹായ് പറയുവാ. നമ്മുടെ ബാക്ക് ഡ്രോപ്പ് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് കണ്ടന്റ്. ഫ്ലവറിങ് തുടങ്ങി നമ്മള്. എത്ര മണിക്ക് വന്ന് പോകും? നീ കണ്ടപ്പെട്ടിട്ടില്ല, ഡൈ ഇട്ടിട്ടില്ല. നമുക്ക് ഈ ക്യാൻഡിൽസ് ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. ഓൾറെഡി ഒട്ടിച്ചതായിരുന്നു, പക്ഷെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നപ്പോഴേക്കും അതെല്ലാം അടർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കത് ചെയ്യാം. ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയണത്. ഫ്ലവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന പ്രോപ്പർട്ടി. ഇതാണ് ഫുൾ പ്രോപ്പർട്ടി ഉള്ളത്. ഫ്രണ്ട് ഇരിക്കുന്നതൊക്കെ നമ്മളിപ്പോൾ ക്ലിയർ ചെയ്യും. ആൻഡ് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആൻഡ് ഇതാണ് വെൽക്കം ബോർഡ് വരുന്നത്. 60 and blessed. ഇതൊക്കെ നമ്മളിപ്പോൾ പെയിൻ്റ് അടിക്കും ഗൈസ്. ഞാനിപ്പോൾ പോകാനുള്ള ധൃതിക്ക് ഓരോന്നും ചെയ്യുവാണ്. ആൻഡ് തയ്യൽ മെഷീൻ്റെ ഹെഡ്. അമ്മച്ചി വർഷങ്ങളായിട്ട് അമ്മച്ചിയുടെ ജോലി എന്ന് പറയുന്നത് തയ്യലാണ്. സോ നമ്മൾ തയ്യൽ മെഷീൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്കിന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് സാധനങ്ങളൊക്കെ. ഈ ടേബിൾ ഇവിടെ നിന്ന് മാറ്റും. ഇവിടെ ചെയറൊക്കെ വന്നിട്ടുണ്ട്, ടിഫാനി ചെയർസ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് എ സ്റ്റേജ്. ഇതാണ് സ്റ്റേജ് വന്നത്. ഈ സ്റ്റാൻഡ് അവിടെ സ്റ്റേജിൽ വരും. പെയിൻ്റ് അടിക്കാനുണ്ട്, പെയിൻ്റ് അടിച്ചിട്ട് അങ്ങോട്ടേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. ദാറ്റ്സ് ഓൾ.
വേറൊരു കാര്യം ഗൈസ്, ഇത് ഡിസൈൻ ചെയ്തത് ഞാനാണോ. ഡിസൈൻ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ റൈറ്റിങ്സ് ഫുള്ള് എഴുതിയത് ഞാനാണ്. ഇത് ഡിസൈൻ ചെയ്തത് ഞാനാണ് കേട്ടോ, ഈ വെൽക്കം ബോർഡ്. ഏകദേശം 5 മണിയായി നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് മാറിയപ്പോഴേക്കും. പിന്നെ നമ്മുടെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് ഇന്ന് വരുന്ന നമ്മുടെ ഗസ്റ്റിനൊക്കെ നമ്മൾ ചെറിയൊരു ടോക്കൺ ഓഫ് ലവ് എന്ന രീതിയിൽ ഒരു ക്യാൻഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഈ ക്യാൻഡിലിൻ്റെ ഇതൊക്കെ ചെയ്തത് ഞാനാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളത് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോവുക, ഒരുങ്ങി ഡ്രസ്സ് മാറി തിരിച്ചു വരിക. ബർത്ത്ഡേ ആയത് കാരണം നമുക്ക് വൈകുന്നേരം ബീച്ചിലൊന്ന് പോയിട്ട് വരാമെന്നാണ് അമ്മച്ചിനോട് പറഞ്ഞേക്കണത്. നമ്മൾ എപ്പോൾ തുടങ്ങിയ ഡെക്കറേഷൻ ആണെന്നറിയോ? വെയിലത്ത് നിന്ന് മൊത്തം ടാലടിച്ച്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വീട്ടിൽ പോവാണ്. ഫൈനൽ എല്ലാം കഴിഞ്ഞു, സ്റ്റേജും ബാക്കി എല്ലാം കഴിഞ്ഞു. ബാക്കി ഡീറ്റെയിൽ ഫുള്ള് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ അടുത്ത വീഡിയോ ഗൈസ്. ബിക്കോസ് ഇതിനെപ്പറ്റി ഒറ്റ ക്ലൂ പോലും അമ്മച്ചിക്കില്ല. അമ്മച്ചിയുടെ ഫാമിലി ആണെങ്കിൽ പോലും ഒരാളും അമ്മച്ചിയുടെ അടുത്ത് ഇത് പറഞ്ഞിട്ടില്ല. അമ്മച്ചിക്ക് മൊത്തത്തിൽ സർപ്രൈസാണ്. സോ ഗൈസ് മസ്റ്റ് വാച്ച്. ആ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം. ഈ കാക്ക, there is a lot of interesting things, surprising things on that video. So guys, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. ഡേസി 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 ലലലലല. എവിടെ തിരിഞ്ഞാലും ഓർമ്മതൻ ഭിത്തിയിൽ ഒരു മുഖം മാത്രം, ഒരു ചിത്രം മാത്രം. ഡേസി ഡേസി